അക്രമ സംഭവത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ മൃതശരീരം കണ്ണൂർ ജില്ലാ സംഘർഷ രാഷ്ട്രീയത്തിൽ മാഹിപ്പുഴ തീരത്ത് നിന്ന് ഏറ്റെടുത്തവനാണ് ഞാൻ. ഒരുപാട് കുടുംബത്തിന്റെ ദുഃഖം നേരിൽ കണ്ട് അനുഭവിക്കുന്നവനും ഇന്നും ആ കുടുംബത്തിന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് വേർപാടിന്റെ ദുഃഖം, ഒരു ചെറുപ്പക്കാരന്റെ അന്ത്യം, ദാരുണമായ അന്ത്യം, കുടുംബാംഗങ്ങളിൽ ഉണ്ടാകുന്ന ചലനങ്ങളും കുടുംബാംഗങ്ങളുടെ ദുഃഖവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് കേരള പ്രദേശ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഞാൻ. കല്ലല്ല എൻ്റെ മനസ്സ്, ഇരുമ്പല്ല എൻ്റെ മനസ്സ്. മനുഷ്യത്വം വളരെയേറെ ആഴത്തിലും പരപ്പിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ. ഈ സംഭവം വന്നപ്പോ ഇടതുപക്ഷം CPM നടത്തിയ ശ്രമങ്ങൾ, നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എനിക്ക് പുത്തരിയല്ല, പക്ഷേ ഇതിനൊക്കെ അത്ഭുതമാണ്. ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്രയോ വർഷങ്ങളായി കോളേജ് ക്യാമ്പസുകളിൽ അക്രമം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SF. ഈ കോളേജിലെ സംഭവത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ എനിക്കറിയാം, നിങ്ങൾക്ക് സത്യം നിങ്ങൾക്കറിയാം പലപ്പോഴും. പക്ഷേ പലപ്പോഴും നിങ്ങളത് സത്യം വെളിച്ചത്ത് പറയാറില്ല. ബന്ധനങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ. അതുകൊണ്ട് എനിക്കിതിലൊന്നും ഒരു പുത്തരിയല്ല. പക്ഷേ അതിനെ, ആ മരണത്തിൽ ദുഃഖിച്ചില്ല എന്ന് പറയുന്നത് ക്രൂരമാണ്. ധീരജിന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. ഞാൻ ആ കുടുംബത്തെ തള്ളി പറയുമെന്ന് നിങ്ങൾ കരുതരുത്. ഇപ്പോഴും തള്ളി പറയുന്നില്ല. കുടുംബത്തെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. പോകാൻ പറ്റില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് പോകാൻ? ഞാൻ അവിടെ പോയാൽ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുക. ധീരജിന്റെ വെച്ച് ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശവകുടീരം കെട്ടിപ്പൊക്കാനുള്ള 8 സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങി എന്ന് പറഞ്ഞാൽ, വീട്ടുകാർ സമ്മതിച്ചോ എന്നെനിക്കറിയില്ല. വാങ്ങി ശവകുടീരം കെട്ടിപ്പൊക്കി ആഘോഷമാക്കി മാറ്റാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മനസ്സ് നിങ്ങൾ തൊട്ടറിയണം. നിങ്ങൾക്കറിയാം, അവിടെ മാത്രമല്ല ആഘോഷം ഉണ്ടായത്. ആഘോഷം തകർത്തില്ലേ? തിരുവാതിര കളി കൊണ്ട് പിണറായി വിജയനെ ഉയർത്തിയില്ലേ? നാട്ടുകാർ നടത്തിയതല്ല പരിപാടി. ഉത്തരവാദപ്പെട്ട നേതാക്കൾ, പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവടക്കം പങ്കെടുത്ത് വേദിക്കകത്തിരുന്ന് ആസ്വദിച്ച് കൈമുട്ടി വിരൽ ചൂട്ടി മുഖഭാവം കൊണ്ട് ആ പൂരക്കളി ആസ്വദിച്ചു. ചിത്രം നിങ്ങളൊക്കെ കണ്ടു കാണും. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വെച്ച ആശുപത്രിയുടെ പരിസരത്ത് വന്ന് CPMന്റെ നേതാവ് MM മണി അവിടെ ഇരുന്ന് അദ്ദേഹം പൊട്ടിച്ചിരിച്ച് ആസ്വദിക്കുന്ന, പരസ്പരം ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്ന MM മണിയുടെ പടം നിങ്ങൾ കണ്ടു. ഒരു ചെറുപ്പക്കാരന്റെ നിശ്ചലമായ ശരീരം പോസ്റ്റ്മോർട്ടം മുറിയിൽ നിൽക്കുമ്പോൾ അതിന്റെ മുന്നിൽ പൊട്ടിച്ചിരിക്കാൻ സാധിക്കുന്ന MM മണി ദയാലുവായ മഹാനുഭാവൻ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നടത്തിയ ഗൂഢാലോചന എന്തുദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. എനിക്കതിൽ ആശങ്കയുമില്ല, ഭയപ്പാടുമില്ല, ആശയ സംഘർഷവുമില്ല, ഒന്നുമില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ട് വളർന്ന് തഴമ്പിച്ചു വന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. CPMന്റെ എല്ലാ കുടില തന്ത്രങ്ങൾക്ക് മുൻപിലും
നെഞ്ചു വിരിച്ചു നിന്ന് അതിനെ അതിജീവിച്ച് അഗ്നി പരീക്ഷ കടന്ന് കടല് കടന്ന് തിരമാല നീന്തി കടന്ന് അക്രമത്തെയും മരണത്തെയും മുഖാമുഖം കണ്ട് അതിനെ കടന്ന് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെയല്ല. അതുകൊണ്ട് അനുഭവ സമ്പത്ത് എനിക്ക് ഒരുപാടുണ്ട്. എന്റെ ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലെ മരിച്ചു വീണപ്പോഴൊക്കെ CPM-ന്റെ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ഈ രാജ്യത്തറിയാം. ഞാൻ അനുശോചനം പറഞ്ഞില്ല, അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അപലപിച്ചില്ല എന്നതല്ലേ എനിക്ക് നേരെ ഉയർത്തിയ ആരോപണം. ഞാൻ കൊല്ലത്ത് 2ാമത്തെ ദിവസം കൊല്ലത്തെത്തിയപ്പോൾ കൊല്ലത്ത് മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊന്നും എനിക്കറിയില്ല. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുൻപിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്കതിലൊന്നും മടിയില്ല. കാരണം അവനൊക്കെ അതിന് വിധിക്കപ്പെട്ട ഒരു ഇര മാത്രമാണ്. ആര് വിധിക്കപ്പെട്ട? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അക്രമം. അതിലെ കരുക്കളാണ് ആ കുട്ടികളൊക്കെ. അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന അന്നു മുതൽ അവിടെ എത്ര സംഘർഷം നടന്നു എന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര സംഘർഷം നടന്നു? 4-5 സംഘർഷങ്ങൾ നടന്നു. KSUകാർക്ക് കാമ്പസിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുണ്ടായി. വനിതാ KSU പ്രവർത്തകരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന ഘട്ടം വന്നപ്പോ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ സഹായിക്കാൻ പ്രാദേശിക തലത്തിലെ യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാർ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. CPM SFI കൊല്ലാനും കുത്താനുമല്ല, KSUവിന്റെ കുട്ടികൾക്ക് പരിരക്ഷ നൽകാനാണ്, അവർക്ക് സംരക്ഷണം നൽകുകയാണ്. പക്ഷെ അതിനും അവസരം കൊടുത്തില്ല CPM. പുറത്തുനിന്ന് ആരുടെ ഇവിടെ വരാനെന്ന് പറഞ്ഞ് വരുന്നവരെയൊക്കെ അപ്പം അടിച്ചോടിച്ചു. അവിടുത്തെ മണ്ഡലത്തിന്റെ കോൺഗ്രസ് പ്രസിഡന്റിനെ തല്ലി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ആശുപത്രിയിൽ 3-ാം ദിവസം 30-35 ആളുകൾ വന്ന് അവിടെ കൂട്ടിട്ടടിച്ചു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ അടിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ ഒരു മിഷൻ ആസ്പത്രിയിൽ സംരക്ഷണാർത്ഥം ഒരു മിഷൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തതും ഇതിനോടൊപ്പമാണ്. യൂത്ത് കോൺഗ്രസിന്റെ 2-3 പ്രവർത്തകന്മാർക്ക് ഇതിനൊക്കെ വേണ്ടി കൊണ്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുമ്പോഴും പൂർണ്ണമായി ഞാൻ ആദ്യം പത്രക്കാർ ചോദിച്ചപ്പോൾ അന്വേഷിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. അന്വേഷിച്ച് യഥാർത്ഥ റിപ്പോർട്ടിന്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ ഉച്ചയോടുകൂടി തന്നെ കാമ്പസിന്റെ കോളേജിന്റെ ഗേറ്റിൽ പുറത്തു നിന്നിരുന്ന 7-8 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വന്ന് 10-40ഓളം വരുന്ന ആളുകൾ വന്ന് പുറത്തുനിന്ന് നിങ്ങൾ ആരടാ ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞവരെ തല്ലി. അവരോടി, ചിതറിയോടി. ആ ചിതറിയോട്ടം പല ഭാഗങ്ങളിലായി. ഏതാണ്ട് 300 മീറ്റർ ഓളം ഈ ഒന്നാമത്തെ നിങ്ങൾ കുത്തി കൊന്നു എന്ന് പറയുന്ന പൈലി, നിഖിൽ പൈലി, അദ്ദേഹം ഓടി, അദ്ദേഹത്തിന്റെ പിറകെ ഓടി, അദ്ദേഹത്തെ വളഞ്ഞിട്ടു. കൂടെ ഓടി കൂടെ പരിക്ക് പറ്റിയ ആൾ കൊടുത്ത വിശദീകരണം നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടാകും. മറ്റൊരു ചാനലുമല്ല, സാക്ഷാൽ കൈരളി ചാനൽ. എന്താ കുട്ടികൾ പറഞ്ഞത്? ഞങ്ങൾ അവനെ ഓടിച്ചു, അവൻ ഓടി, അവന്റെ പിറകിൽ ഞങ്ങൾ ഓടി, ഒടുവിൽ തടഞ്ഞു വീണു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ധീരജ് വീഴുന്നത് കണ്ടു, പക്ഷെ കുത്തുന്നത് കണ്ടില്ല. ആണോ? ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ധീരജിനെ കുത്തുന്നത് കണ്ടില്ല, ഇടികൊണ്ട് വീണെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാണ്. ഇടികൊണ്ട് വീണതാണെന്നാണ്. അപ്പോ ആരാണ് കുത്തിയത്? എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ പറഞ്ഞ്? അങ്ങനെ പറയാവോ? ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടുന്ന പോലീസ് എന്തുകൊണ്ട്
അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞത്. പോലീസും മടുത്തു നിൽക്കുക. ഇവരെ വരട്ടാനും തുരത്താനും നിരവധി വട്ടം ശ്രമിച്ചിട്ടും മാറാതെ പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും പോലീസുകാരന്റെ മനസ്സിൽ വരുന്ന ഒരു ഇറിറ്റേഷനാണത്. ഞാൻ ന്യായീകരിക്കുന്നില്ല, അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ ഗുരുതരമാണ് എന്ന് തോന്നിയിട്ടോ തോന്നാനിട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കേണ്ടതായിരുന്നു എന്നത് യാതൊരു തർക്കമല്ല സംഗതിയാണ്. അതിന് ഞങ്ങളല്ല മറുപടി പറയേണ്ടുന്നത്. അതിന് കേരളത്തിലെ പോലീസിന്റെ ഭരണം നടത്തുന്ന ഗവൺമെന്റ് മറുപടി പറയേണ്ടത്. പോലീസുകാർക്ക് പോലും ശല്യക്കാരായി തോന്നി എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ നിരന്തര സംഘർഷത്തിൽ ആകസ്മികമായി ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ദുരന്തം KPCC അധ്യക്ഷന്റെ തലയിൽ കെട്ടി എനിക്കെതിരെ പ്രസ്താവനകളും പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും മുഴക്കി രാജ്യത്തുടനീളം കോൺഗ്രസിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ആഫീസുകളും കൊടികളും കൊടിമരങ്ങളും ബോർഡുകളും ഷെൽട്ടറുകളും അടിച്ച് തകർത്ത് ഇന്നലെ തളിപ്പറമ്പിൽ ഗാന്ധിജിയുടെ സ്റ്റാച്യുവിന്റെ തല വരെ അടിച്ചു പൊട്ടിച്ചു. ഞാൻ മാധ്യമങ്ങളോടും ഈ കേരളത്തിലെ പൊതുസമൂഹത്തോടും ചോദിക്കുന്നു, എത്ര കൊലപാതകം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാജ്യത്ത്? ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ആ ആഘോഷത്തിന്റെ പിറകിലുള്ള സന്തോഷത്തിന്റെ കാരണം എന്താ? ആഘോഷിക്കുമ്പോ ആഘോഷത്തിന്റെ പിറകിൽ സന്തോഷം ഉണ്ടാവില്ലേ? ഈ മരണത്തിൽ എന്താണ് അവർക്കൊരു സന്തോഷം? ശവകുടീരം കെട്ടിപ്പോക്കാൻ സ്ഥലമെടുത്തത്. അപ്പോ CPM സന്തോഷമാണ് അതിൻ്റെ അകത്ത്. എന്തുകൊണ്ട് അവർക്കിതൊരു പ്രശ്നമല്ല? കാരണം തിരുവാതിര കളിയിൽ പാടിയ പാട്ട് നിങ്ങൾ കേട്ടില്ലേ? എന്താ പാട്ട്? ഞാൻ പാടണോ? വേണ്ട. ഞാൻ CPM ചോദിക്കുക, കോടിയേരി ബാലകൃഷ്ണനോട് ചോദിക്കുക, ഇതുപോലെ ആയിരുന്നു മിസ്റ്റർ പി ജയരാജൻ. ഓർമ്മയുണ്ടോ? PJ ആർമി, കണ്ണൂർ ജില്ലയിലെ PJ ആർമി ഇതുപോലെയായിരുന്നു. ജയരാജനെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ട് വന്നു. പിണറായി പ്രസംഗിക്കാൻ വന്ന സ്റ്റേജിൽ പാട്ടുപാടി. എന്താ പിണറായിയുടെ പാർട്ടി ചെയ്തത്? ജയരാജനോട് അത് തള്ളിപ്പറയാൻ പറഞ്ഞു. ജയരാജന്റെ പേരിൽ നടപടിയെടുത്തു. വർഷങ്ങളോളം ജയരാജനെ പുറത്തു നിർത്തി. അതിനുശേഷം ഇപ്പം എടുത്തതിന്റെ സാഹചര്യം ഞാൻ പിന്നീട് പറയാം. അദ്ദേഹത്തെ തൽക്കാലം ഖാദി ബോർഡിന്റെ ചെയർമാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ പിണറായി വിജയന് അനുകൂലമായി ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറിക്ക് നട്ടലുണ്ടോ? പി ജയരാജനോട് CPM കാണിച്ച അതേ നയം പിണറായി വിജയനോട് കാണിക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. സാധിക്കോ? ചിന്തിക്കോ? ചെയ്യോ? രണ്ടാൾക്ക് രണ്ട് രീതി. അത് ശരിയല്ലല്ലോ. ഈ സംഭവത്തിന്റെ അകത്ത് എനിക്കുള്ള റോൾ എന്താ? എന്നെ പ്രതികൂട്ടിൽ കയറി നിർത്താൻ എന്താ കാര്യം? KPCC നിർദ്ദേശം കൊടുത്തോ? കോൺഗ്രസ് ലോക്കൽ പാർട്ടി, പ്രാദേശിക പാർട്ടി ആക്രമിക്കാൻ പറഞ്ഞോ? SFIയുടെയും DYFIയുടെയും ആളുകൾ കോളേജിൽ വന്ന് അരങ്ങ് തകർക്കുമ്പോ യൂത്ത് കോൺഗ്രസും പാർട്ടിയും അവിടെ അരങ്ങ് തകർക്കാൻ വന്നു. ഒരു സംഘർഷം യേശുവിന്റെ ഭാഗത്തുനിന്നില്ല. SP-യുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം അതിന്റെ തെളിവ്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ ആദ്യം പറഞ്ഞതാണ്, ആരെങ്കിലും അദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഗൂഢമായി ആലോചിക്കുന്നതിന് മുമ്പോ വസ്തുനിഷ്ഠമായ SP പോലീസ് പത്രമാധ്യമങ്ങളോട് പറഞ്ഞു, ദൗർഭാഗ്യകരമാണ് സംഭവം.
അതിനകത്ത് ഗൂഢാലോചനയില്ല. യാദൃശ്ചികമാണ് ആ സംഭവം. കുത്തി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പിച്ചാത്തി കയ്യിൽ വെച്ചത് എന്ന് ആര് പറഞ്ഞതാ? ജില്ലാ SP പറഞ്ഞതാണ്. ആ SP ഭയപ്പെടുത്തിയില്ലേ? എന്തിനാ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത്? സത്യം പറഞ്ഞതിന്. CPMന്റെ ജില്ലാ സെക്രട്ടറി സത്യം പുറത്തു പറഞ്ഞ SP-ക്കെതിരെ ഭീഷണി മുടക്കി. മാധ്യമങ്ങളോട് കോളേജിന്റെ പരിസരത്ത് വെച്ച് കോളേജിലെ കുട്ടികൾ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതേ ജില്ലാ സെക്രട്ടറി വിലക്കി. കേട്ടിട്ടില്ലേ? ആ കുട്ടികൾ പറഞ്ഞതും കേട്ടില്ലേ? പരിക്കേറ്റ് കിടന്നവരും പറഞ്ഞത് കേട്ടില്ലേ? ആരാണ് കുറ്റവാളി? എന്തിന് KPCയുടെ തലയെ കയറുന്നു? എന്തിന് കോൺഗ്രസിനെ പ്രതി കൂട്ടി നിർത്തുന്നു? ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഇത്രയെങ്കിലും സഹാനുഭൂതിയോടുകൂടി ആ വിഷയത്തെ ഞങ്ങൾ കണ്ടില്ലേ? എന്നാൽ കണ്ണൂർ ജില്ലയില് എത്രയോ സംഭവങ്ങൾ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിണറായി വിജയന്റെ കാലം മാത്രം എടുക്കുക. 6 വർഷം കൊണ്ട് കേരളത്തില് എത്ര കൊലപാതകം ഉണ്ടായി നിങ്ങൾക്കറിയോ? 54 കൊലപാതകം ഉണ്ടായി. 54 കൊലപാതകത്തിന്റെ അകത്ത് 28 കൊലപാതകത്തിലും CPM ആണ് പ്രതികൾ. 28 കേസിലും CPM ആണ് പ്രതികൾ. BJP BJPയുടേത് 12 കൊലപാതകത്തിൽ പ്രതി BJP ആണ്. 28 CPM, 12 BJP. CPMന്റെ ഇപ്പോഴത്തെ പുതിയ ഘടകകക്ഷിയായ SDPI 9 പ്രതികളാണ്. ഒരു CPI പ്രതിയാണ്, ഒരു ലീഗ് പ്രതിയാണ്. ഈ ഒരു കേസാണ് കോൺഗ്രസിന്റെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന കേസ്. മരണപ്പെട്ടതിൽ കോൺഗ്രസ് ഉണ്ട് ഒരുപാട്. എവിടെയും കോൺഗ്രസ് തിരിച്ചടിച്ചിട്ടില്ല. ആ സ്റ്റൈലും ആ പതിവും കോൺഗ്രസിന് ഇല്ലെന്ന് ആരെ മുമ്പിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനുള്ള നട്ടൽ എനിക്കുണ്ട്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 28 ചെറുപ്പക്കാർ എന്റെ ഇടതും വലതും നിന്നവരെ വെട്ടി നുറുക്കി കൊന്നപ്പെടും. CPMകാരെ എത്ര പേർക്ക് തിരിച്ചു കൊന്നിട്ടുണ്ട് എന്ന് CPMന്റെ ജില്ലാ നേതൃത്വം കണക്ക് പറയട്ടെ. എത്ര പേര്? ഒരാളെ, അതും ഒരു യാദൃശ്ചികമായ സംഘടനത്തിൽ. ഞങ്ങളാണോ അക്രമത്തിന്റെ വക്താക്കൾ? ഞങ്ങൾ രാഷ്ട്രീയത്തിൽ അക്രമം കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനും KSU യൂത്ത് കോൺഗ്രസുകാർക്ക് പരിശീലനം കൊടുക്കാനൊന്നും കോൺഗ്രസ് ഇന്ന് വരെ മെനക്കെട്ടിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല, അങ്ങനെ ഒരു സംസ്കൃതിയില്ല. ഇന്ത്യ രാജ്യത്ത് സമാധാനത്തിന്റെ, അച്ചടക്കത്തിന്റെ, സമർപ്പണത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അഹിംസാ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളോട് ആരും ഞങ്ങളുടെ നേതാക്കന്മാർ ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല, അക്രമം നടത്താൻ പറഞ്ഞിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ എന്നെ ഗുണ്ട എന്ന് പറയുമ്പോഴും എന്റെ ഗുണ്ടാശയത്തിന്റെ രക്തസാക്ഷികൾ CPMന്റെ എത്ര പേരെന്ന് പിണറായി കോടിയേരി ബാലകൃഷ്ണൻ എന്ന് കണക്ക് പറയട്ടെ. കണ്ണൂർക്കാരനാണല്ലോ കോടിയേരിയും. എത്ര പേർ? പക്ഷെ ഞങ്ങൾ ചെറുത്തു നിന്നിട്ടുണ്ട്. ആ ചെറുത്തു നിൽപ്പ് ഇനിയും തുടരും. വെള്ളക്കാരന്റെ മുമ്പിൽ ഗാന്ധിജി കോൺഗ്രസുകാരെ ചെറുത്തു നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കേഡർ എന്നൊക്കെ പറയുമ്പോ, സുധാകരനിസം, കേഡറിസം എന്നൊക്കെ പറയുമ്പോ എന്താണ് കേഡർ എന്ന് പഠിക്കണം. കേഡർ എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് പോരാടുന്നവരല്ല കേഡർ.
ഗാന്ധിജിയാണ് കേഡർ എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച മനുഷ്യൻ രാഷ്ട്രീയത്തിൽ. കേഡർ എന്ന് പറയുന്ന പദത്തിന് ഗാന്ധിജി കൊടുത്ത അർത്ഥം സമർപ്പണം എന്നാണ്, സമർപ്പിത പ്രവർത്തകൻ എന്നാണ്. വെടിയുണ്ടക്ക് മുമ്പിലും പെരുമാറ് കാട്ടി സമർപ്പിതമായി ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റുന്ന സമർപ്പിത ഭടനാണ് കേഡർ. അതിനെയാണ് കേഡർ എന്ന് പറയുമ്പോൾ, കേഡർ ഞങ്ങൾ നിങ്ങളെ ഗുണ്ടകളെ പോലെ, ക്രിമിനലുകളെ പോലെ നിങ്ങൾ വളർത്തുന്ന, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന, പരിശീലന കളരി കൊടുത്ത്, പരിശീലന ട്രെയിനിങ് കൊടുത്ത് ആക്രമിക്കാൻ, വെട്ടാൻ, കുത്താൻ, വാഴ വെട്ടി ആളെ കഴുത്ത് വെട്ടാൻ പരിശീലിപ്പിക്കുന്ന നിങ്ങളെ രാഷ്ട്രീയ പാരമ്പര്യമല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം. ഞങ്ങൾ പഠന ക്ലാസ്സിൽ പ്രത്യശാസ്ത്രപരമായ പഠന ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു ദിവസം വരൂ നെയ്യാർ ഡാമിൽ ക്ലാസ് കോൺഗ്രസിന് ക്ലാസ് കൊടുക്കുന്ന ക്ലാസ്സിലിരിക്കൂ. ഞങ്ങൾ എന്ത് ക്ലാസ്സാ കൊടുക്കുന്നതെന്ന് പഠിക്കൂ. എന്നിട്ട് കോൺഗ്രസിനെ വിമർശിക്കൂ. കോൺഗ്രസിനെ അറിയൂ ആദ്യം, പഠിക്കൂ കോൺഗ്രസിനെ ആദ്യം. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരല്ല കോൺഗ്രസ്. പാർട്ടി വളർത്താൻ എന്തും കാണുന്നവരല്ല കോൺഗ്രസ്. ധാർമ്മികതകളെ അതിർവരമ്പുകൾ വിട്ട് കോൺഗ്രസ് ചിന്തിക്കാറില്ല, പ്രവർത്തിക്കാറില്ല. ഇനിയും അതേ ഉണ്ടാവും. CPM-ന്റെ ഓരോ കൊലപാതകം CPM നടത്തുമ്പോ CPM ഏത് കൊലപാതകത്തിലെ ഇപ്പൊ ഞാൻ അപലപിച്ചില്ല എന്ന് പറയുന്ന CPM-ഓട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ രാജ്യത്ത് നടന്ന ഏത് കൊലപാതകത്തിലാണ് നിങ്ങൾ കൊലപാതകത്തെ അപലപിച്ചത് ഒന്ന് പറയാമോ? എത്ര കൊലപാതകം നിങ്ങൾ നടത്തി? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ജനമനസ്സിൽ ഇന്നും ജീവിക്കുന്ന TP ചന്ദ്രശേഖരൻ 51 വെട്ടില്ലേ? 51 വെട്ട്, കിരാതമായ 51 വെട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ. പ്രിയപ്പെട്ട അമ്മ പൊന്നുമകന്റെ മുഖത്ത് അവസാനത്തെ ചുംബനമർപ്പിക്കാൻ ദർശനത്തിന് വെച്ച ബോഡിക്കകത്തെത്തി. ആ അമ്മ പൊട്ടിക്കരഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ട് മുഖം താഴ്ത്തി ആ മുഖത്തെടുക്കുമ്പോ ആ ചുണ്ട് വെക്കാൻ ഒരിടം ആ മുഖത്തില്ല. അറിയോ നിങ്ങൾക്ക്? ചുണ്ട് വെക്കേണ്ട ഒരിടം മുഖത്തൊഴിവില്ല, വെട്ട. ആ മുറിവിലേക്ക് അമ്മ മുഖമാ കുത്തുമ്പോ താങ്ങി പിടിച്ചവർ അമ്മയെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി. കണ്ടു നിന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു. ആ ചന്ദ്രശേഖരൻ മരിച്ചപ്പോഴും ഈ മഹാനായ അഹിംസാവാദി പിണറായി വിജയൻ എന്താ അദ്ദേഹത്തെ വിളിച്ചത്? എന്താ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചത്? കുലംകുത്തി എന്ന്. കുലംകുത്തി. അവരാണ് എന്നെ വിമർശിക്കുന്നത്, എന്നെ പ്രതികൂട്ടിൽ കേട്ടുന്നത്. കൊലപാതകത്തെ അപലപിക്കാനോ തള്ളിപ്പറയാനോ ഇവർ ഏതിലാണ് ലക്ഷോപലക്ഷം പ്രവർത്തകരെയും സൈബർ ഇടങ്ങളിലും മാധ്യമങ്ങളിലും ആക്രമിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിനും CPM അനുമതി നൽകാറുണ്ടോ? വെട്ടിപ്പിടിക്കാറില്ലേ? ഇല്ലേ? ആരെയാണ് CPM വ്രതപ്പെട്ടിട്ടുള്ളത്? SFI-യിലെ ചെറുപ്പക്കാർ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സംഘർഷത്തിനിടെ പരിക്ക് പറ്റി മരണാസന്നനായി വഴിയിൽ കിടന്നാൽ എത്തിക്കേണ്ടുന്ന പോലീസ് എത്തിക്കാതിരുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ പോയത്. അതിനും നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയോടാ. 6 വർഷമായി ഭരിക്കുന്ന പോലീസിനെ നിഷ്ക്രിയത്വത്തിലേക്ക് മാറ്റിയ നിങ്ങളെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ SP സത്യം പറഞ്ഞതുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് SP-യെ മാറ്റി. വിശ്വസ്തനായ DYSP-ക്ക് അദ്ദേഹം ചാർജ് കൊടുത്തിരിക്കുക. അവർ ആഭ്യന്തര വകുപ്പ് ചാർജ് കൊടുത്തിരിക്കുക. ഇനി കള്ളക്കഥകൾ എഴുതാൻ സ്വന്തം ആളുകളെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി വെക്കും. ഞങ്ങൾക്കറിയാം. ഇതിലിപ്പോ പ്രതി എന്ന് പറയുന്ന 6 ആളുകൾ ഈ സംഭവവുമായി പുലകുളി ബന്ധം, 5 ആളുകൾ പുലകുളി ബന്ധമില്ലാത്തവരാണ്. പൈലി അതിൻ്റെ അകത്തൊരു ലഗ്നമായിട്ടുണ്ട് ഞങ്ങൾ പറയുന്നു. ഇപ്പോഴും കുത്തിയത് ആര് എന്ന് വ്യക്തമല്ല. പൈലി കുത്തിയെന്ന് പൈലി കേട്ടി പറഞ്ഞിട്ടില്ല. പോലീസ് പറയുന്നു പൈലി കുത്തി എന്നാണ്. പക്ഷേ പൈലി കുത്തുന്നത് കണ്ടില്ല എന്ന് കൂട്ടത്തിൽ കുത്തേറ്റവർ പറയുന്നു. കുത്തുന്നത് ഞങ്ങൾ കണ്ടില്ല. അപ്പൊ ആര് കുത്തി? അത് പോലീസ് കണ്ടെത്തേണ്ടുന്ന കാര്യമാണ്.
അത് കണ്ടെത്തുന്നതിന് മുമ്പ് പൈലിയാണ് കുത്തിയത് എന്ന് വിധി കൽപ്പിക്കുന്നത് അത് വലിയൊരു പാതകമാണ്. ബാക്കി 5 പേർ, ഒരാളും ആ സംഭവ സ്ഥലത്തില്ല എന്ന് ഓർക്കണം നിങ്ങൾ. ഈ പറയുന്ന നികേഷ് പൈലി അവൻ ഓടി 300 മീറ്റർ ദൂരം പോയി അവിടെ വളഞ്ഞിട്ട് അവിടെ വീടുമ്പോ അവന്റെ കൂടെ ഈ 5 ആളുകൾ, പ്രതികളാക്കിയ 5 ആളുകളിൽ ഒരാൾ പോലുമില്ല. ഒരാൾ പോലീസ് വണ്ടിയിൽ വീട്ടിലേക്ക് രക്ഷപ്പെടുകയാണ്. 2 പേർ 7 കിലോമീറ്റർ അപ്പുറത്ത് ലൊക്കേഷൻ ഉണ്ട്, അതൊക്കെ ലൊക്കേഷൻ മാർക്കുണ്ട്, നിൽക്കുക. മറ്റൊരാളും ഈ സംഭവത്തിൽ പങ്കില്ല. ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് കേസിലെ പ്രതിയാക്കുക വഴി പോലീസ് എന്താ ഭാവിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. തോന്നിയവരെയൊക്കെ കേസിൽ പ്രതിയാക്കി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മുറയിൽ തകർക്കാനാണ് ഈ സംഭവം ദുരുപയോഗം ചെയ്തതെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും ഗവൺമെന്റ്. തർക്കമൊന്നും വേണ്ട. ഓരോരാളുകളെയും കൊന്നൊടുക്കുമ്പോഴും അവനെ തെറിവിളിച്ച് പ്രതികരിച്ച നേതാക്കന്മാരാണ് CPM. എത്ര ആളുകളെ അദ്ദേഹം BJP കഴിഞ്ഞ CPM-നെ പ്രാദേശിക നേതാവായിരുന്ന സന്ദീപ് കുമാർ കൊല്ലപ്പെട്ടില്ലേ? ഈ സംഭവത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തിരുവല്ലയിൽ CPM-ന്റെ പ്രാദേശിക നേതാവ് സന്ദീപ് കുമാർ, ആ സന്ദീപ് കുമാർ പൈനാവിലെ പോലെ ഒരു സംഘർഷത്തിനിടയിൽ ഉണ്ടായ ഒരു സംഭവത്തിലല്ല കൊല്ലപ്പെട്ടത്. RSSകാർ വളരെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയത്. കാത്തിരുന്ന് പ്ലാൻ ഉണ്ടാക്കി സ്കെച്ച് വരച്ച് പിടിച്ച് വെട്ടിക്കൊന്ന കേസാ ആണല്ലോ. ആ കേസിൽ പോലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെയോ അല്ലെ BJPയുടെ സമൂഹ നേതാക്കന്മാരെയോ ഈ കേസിൽ എന്നെ ആക്രമിക്കുന്ന പോലെ ആക്രമിച്ചില്ലല്ലോ ഇവർ. അവരുടെ ആരുടെയും ഫോട്ടോകള് മരിച്ചുപോയ ഡിസീസ്ഡ് പേഴ്സന്റെ ഫോട്ടോത്തോടൊപ്പം ബോർഡിലൊന്നും എക്സിബിറ്റ് ചെയ്തില്ലല്ലോ. ഇതിൽ മാത്രം എന്താ ഇതെന്നുള്ളതാണ് ചോദ്യം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊലപാതക രാഷ്ട്രീയം കേരളം എത്രയോ കണ്ടതാണ്. ഞാൻ ഇത് മാത്രമല്ല, മൊത്തം കണക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അത് ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം കുറ്റമൊന്നുമല്ല, കമ്മ്യൂണിസത്തിന്റെ കുറ്റമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ലോകത്ത് ജന്മമെടുത്തതിന് ശേഷം ഇവിടെ നടന്നിരിക്കുന്ന കൊലപാതകത്തിന്റെ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതിലെ വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന ഒരു പത്രം, ഈ കമ്മ്യൂണിസം വന്നത് 105 വർഷമാകുന്നു എന്നാണ് കണക്ക്. 105 വർഷമായി. ഈ 105 വർഷത്തിലിടക്ക് ലോകമെമ്പാടും 10 കോടിയിലധികം ആളുകളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭരണകർത്താക്കളോ പാർട്ടിയുടെ കേഡേഴ്സോ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കണക്ക്. 10 കോടിയിലേറെ. ഈ ഇവിടെ നമ്മുടെ ബംഗാളിൽ മാത്രം, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ, ബംഗാളിൽ മാത്രം 55,000 രാഷ്ട്രീയ എതിരാളികളെ കൊന്നിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ആക്ഷേപമല്ല. മുഖ്യമന്ത്രി ബുദ്ധദേവ ഭട്ടാചാര്യ നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. 55,000 ആണ് ഔദ്യോഗിക കണക്കെങ്കിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും? എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും? ഭരണം മാറിയതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയുടെ താമസിച്ച ഫാം ഹൗസിൽ നിന്ന് അദ്ദേഹം മാറി പുതിയ മന്ത്രി വന്നപ്പോ അവിടെ എന്തോ ഒരു അപാകതയുണ്ടെന്ന് മനസ്സിലാക്കി അത് പരിശോധിച്ചപ്പോ വലിയ ഒരു കുഴിയാണ്. ആ കുഴിയിൽ നിന്ന്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ, ആ കുഴിയിൽ നിന്ന് ഏതാണ്ട് 5,000-ലേറെ ആളുകളുടെ അസ്ഥിപഞ്ജരം കിട്ടിയെന്നാണ്. അസ്ഥിപഞ്ജരം. അവിടെ ഒരു മുറയുണ്ടായിരുന്നു. കൊണ്ടുവരുക, കെട്ടുക, വായു മൂടി കെട്ടുക, കുഴിയിൽ തള്ളുക, ശ്വാസം മുട്ടുക, കുഴിയിൽ തള്ളുക, എന്നിട്ട് ഉപ്പിട്ട് മൂടുക. ഉപ്പിട്ട് മൂടിയാൽ എന്താന്ന് ചോദിച്ചാല് ശരീരം വേഗം ദ്രവിച്ചങ്ങ് പോകും. ഇതൊക്കെ ചരിത്രത്തിന്റെ രേഖകളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്
ഒരു കൊലപാതകം അതൊരു ഹരാണ്, അതൊരു മാർഗമാണ്. ആ മാർഗമല്ല ഞങ്ങളുടെ മാർഗമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മിക്കണം. കേരളത്തിൽ എത്രയോ ചെറുപ്പക്കാർ, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ തീരൂല, ആ ഓരോ ആളുകൾ മരിക്കുമ്പോഴും അവരെ കുറിച്ച് അപവാദമേ പറഞ്ഞിട്ടുള്ളൂ, അവരെ അപമാനിച്ചിട്ടേ ഉള്ളൂ. ആ സർവ രക്തസാക്ഷികളെയും അപമാനിച്ചവരാണ്. ഇതിൽ അപലപിച്ചില്ല KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഇതിന്റെ ആരോപണങ്ങൾ, കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ തമസ്കരിക്കാനും എന്നെ നേരിടാനും അണികൾക്ക് ആവേശം പകരുന്ന രാഷ്ട്രീയ പ്രവർത്തനം അങ്ങ് മാറ്റി വെക്കണം എന്ന് ഞാൻ CPM-കാരോട് പറയാണ്. കടൽ ഒരുപാട് താണ്ടിയവനാണ്, തിരകൾ ഒരുപാട് കടന്നവനാണ്. ഈ ഉമ്മാക്കി എന്നും കാട്ടി കോൺഗ്രസിനെ ഇവിടെ ഭയപ്പെടുത്താം എന്നൊന്നും കരുതണ്ട. ഇനി മറ്റൊരു കാര്യം, ഇത് എന്തുകൊണ്ടാ ഇതുപോലെ ഈ സാഹചര്യത്തെ ഉപയോഗം ചെയ്യുന്നത്? അവർ ആശങ്കഭരിതരാണ്. ഞങ്ങൾ കേരളത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കേരളത്തിനെതിരെയുള്ള സമരമുഖം മാറ്റണം, അതിന്റെ ലക്ഷ്യം മാറ്റണം. അതിന് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിക്കണം. എല്ലാ കാലവും CPM നടത്തുന്ന അടവ് തന്ത്രമാണ്. ആ അടവ് തന്ത്രമാണ് ഇവിടെയും അവർ പ്രയോഗിക്കുന്നത്. കേരളയിൽ സമരമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ കേരളയിൽ അത് വരാതിരിക്കാനുള്ള സർവ പ്രതിരോധങ്ങളും ഞങ്ങൾ തീർക്കും. ഒരാൾ പോലും അംഗീകരിക്കാത്ത പ്രൊജക്ട്, ഒരു DPR പോലും ജനങ്ങളുടെ മുമ്പിൽ വെക്കാത്ത പ്രൊജക്ട്, എന്ത് കഷ്ടം, എന്ത് നഷ്ടം, എന്ത് ലാഭം എന്ന് കൃത്യമായി സത്യസന്ധമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരാധികാരിക രേഖയില്ലാത്ത കേരളയിൽ ജനങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുമ്പോൾ ആ അഭിപ്രായത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് കേരളയിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് ധിക്കാരത്തോടെ പറയുന്ന മുഖ്യമന്ത്രി ഒരു ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമാണ്. അതുകൊണ്ട് കേരളയിൽ സമരത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിനെ തളർത്തുമെന്നോ തകർക്കുമെന്നോ നിങ്ങൾ കരുതരുത്. ഇതൊക്കെ കണ്ട് KPCC പ്രസിഡന്റ് നമ്മുടെ മലബാറിൽ ചൊല്ലുണ്ട്, ഉമിയിട്ട് ഒളിക്കുക എന്ന്, ഒളിക്കാൻ പോവും എന്നൊന്നും ആരും കരുതരുത്. ഇതെല്ലാം കണ്ടു വളർന്ന പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഞാൻ പഠിച്ചതുപോലെ ഏറെ ആളുകളൊന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉമ്മാക്കിക്ക് മുമ്പിൽ തലകുനിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും പ്രസ്ഥാനവും അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മരിച്ച കുടുംബത്തോടുള്ള ഞങ്ങളെ ആദരവും ബഹുമാനവും ഒക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതിബന്ധമല്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മനുഷ്യനെ കൊല്ലാനല്ല ഈ പാർട്ടി, മനുഷ്യനെ സംരക്ഷിക്കാനാണ് ഈ പാർട്ടി എന്ന് മാത്രമാണ് എനിക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തെയും കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ സുധാകരനിസാണ്, ബാക്കിയെല്ലാം പിണറായിസമാണ്, ഇത് സുധാകരനിസാണ്. പക്ഷേ സുധാകരനിസം കൺസ്ട്രക്റ്റീവാണ്, പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല, ഡിസ്ട്രക്റ്റീവ് അല്ല. സംഭവത്തിൽ ദുഃഖമുണ്ടെന്ന് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞപ്പോഴും സംഭവത്തെ അപലപിക്കാൻ ഇപ്പോഴും KPCC പ്രസിഡന്റ് തയ്യാറായി. അപലപിക്കണമെങ്കിൽ ഇപ്പോഴും കുത്തിയത് നിഖിലാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളല്ല അതിന് സാക്ഷി, ഞങ്ങളല്ല അത് പറയുന്നത് ഇവിടെ ഇതിനോടൊപ്പം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട SFIയുടെ കുട്ടികൾ പറയുന്നു. ഒത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ആരാണ് കുത്തുന്നത് കണ്ടത് ആരെങ്കിലും കുത്തുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അത് കിട്ടുന്നതില്ല. SP-യുടെ സംസാരത്തിൽ അത് പ്രകടമാണ്. പക്ഷെ നിഖിലുണ്ടായി, നിഖിൽ അവിടെ വീണു, സംഘർഷം ഉണ്ടായി, സാധ്യതകൾ എങ്ങനെയും ആവാം. പക്ഷേ കുത്തിയെന്ന് നിഖിലോ കുത്തിയെന്ന് SFIയുടെ കുട്ടികളോ പറയാത്ത ചുറ്റുപാടിൽ അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തി നിഖിൽ കുറ്റവാളിയാണെങ്കിൽ അതിനെ അപലപിക്കണം എന്നെനിക്കറിയാം. പക്ഷേ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പാർട്ടി പ്രവർത്തകനെ തള്ളിപ്പറയാൻ
KPCC അധ്യക്ഷന്റെ കസേലയിൽ നിന്ന് കെ സുധാകരൻ മിനക്കെടില്ല. ക്രൂരമായ കൊലപാതകം നടത്തിയ CPM-ന്റെ ആളുകളെ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസാവോ? എല്ലാ ആളുകൾക്കും പ്രൊമോഷനല്ലേ? CPM-ന്റെ ആർക്കാ പ്രൊമോഷൻ ഇല്ലാത്തത്? അധികാരം കൊടുക്കുന്നു, മറ്റ് സാമ്പത്തിക ആനുകൂല്യം ഉണ്ടാക്കുന്നു. ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതികൾ ഇപ്പോ സുഖിക്കുകയല്ലേ? 250 ദിവസമായിട്ട് അവർ പുറത്തല്ലേ? ജയിലിൽ കിടക്കുന്നവരല്ലേ? ജയിലിൽ ഇരുന്നിട്ട് അവർ കേസ് മധ്യസ്ഥം പറയല്ലേ? കള്ളക്കടത്ത് നടത്തിയല്ലേ? അതിനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊലയാളി എന്ന് കോടതി വിധി എഴുതിയവനെ സംരക്ഷിക്കുന്ന CPM പാർട്ടിക്ക് എന്നെ വിമർശിക്കാൻ അധികാരം? എന്റെ അധികാരം. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളൊക്കെ ഞാൻ ഓർമ്മിക്കാം. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും ഹീനമായ ഒരു കൊലപാതകത്തിന്റെ കഥ കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് വരും. സമയത്തോടുകൂടി ഞാൻ പറയേണ്ടതെന്ന് വെച്ചതാണ്. CPM നടത്തിയ അത്യന്തം ഹീനമായ 970 സെയിൽ ബാരി കൊല എന്നാണ് എന്റെ പേര്. സെയിൽ ബാരി കൊല 970 മാർച്ച് 17 കാലത്ത് 7:30 ഒരു പറ്റം CPM പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകനായ നാബ കുമാർ സെയിൻ എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുക. അമ്മയും 2 മക്കളും അവിടെ ഇരിക്കുകയാണ്. ഈ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിലിട്ട് ആ 2 മക്കളെ വെട്ടിക്കൊന്നു, കണ്ണ് ചൂന്നെടുത്ത്, എന്നിട്ട് ആ കുട്ടികളുടെ രക്തമെടുത്ത് ചോറിലൊഴിച്ച് അത് ഞമണ്ടി അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച സംഭവം ഈ രാജ്യത്ത് നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ? എനിക്കറിയില്ല. എന്നാൽ നിങ്ങളത് പരിശോധിക്കണമില്ലെങ്കിൽ ഇത് കൊലക്കേസിലെ പ്രതിയായിരുന്നു ആര്? നിരൂപ്സൻ എന്ന് പറയുന്ന ആൾ ആ കേസിലെ 1-ാം പ്രതി. ആ നിരൂപ്സൻ പിന്നീട് ബുദ്ധദേവ ഭട്ടാചാര്യയുടെയും ജ്യോതി ബാസുവിന്റെയും മന്ത്രിസഭയിൽ മന്ത്രിയായി. അതിനോടൊപ്പം പ്രതിയായിരുന്ന 2 പേർ ആരൊക്കെ? ബിനോയ് കൊനാർ, അനിൽ ബാസു എന്നിവർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളാക്കിയ പാർട്ടിയാണിത്. ഒരമ്മയും 2 മക്കളും അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ ആ മക്കളെ വെട്ടിക്കൊന്നും കണ്ണ് പിഴുതെടുത്ത് ചോര എടുത്ത് ചോറിലിട്ട് ചോറ് ഞമണ്ടി അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച ക്രൂരത കാണിച്ചിട്ട് CPM-ന്റെ ആളുകൾ എന്നെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്നൊന്നും ഇല്ലെന്ന് പറയാൻ എനിക്ക് നാവ് തരിക്കുക. കേസിൽ പ്രതി ബാക്കി ആളുകൾ പ്രതിയല്ലേ? സംഭവത്തിന്റെ അകത്ത് അസ്വാഭാവികം. നിഖിൽ പൈലി കേസിൽ പ്രതിയാകുന്നത് സ്വാഭാവികം. കാരണം ആ സംഘർഷ പ്രദേശത്ത് നിഖിലുണ്ട്. സംഘർഷ പ്രദേശത്ത് ഇല്ലാത്ത 5 പ്രതിയാണ്. അദ്ദേഹം ഈ അക്രമം അദ്ദേഹം എന്തിനാ പ്രതിയല്ലേ ചോദിച്ചാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവൻ രക്ഷിക്കാൻ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി 350 മീറ്റർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരുത്തനാണ് നിഖിൽ. മറക്കണ്ട. നിങ്ങള് കോളേജ് ഗേറ്റിൽ നിന്ന് എന്തിനടാ പുറത്തുള്ളവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ തല്ലിയപ്പോ ഓടിയവന്റെ പിറകെ ഓടി. ആ പിറകെ 350 മീറ്റർ ഓടി. 350 മീറ്ററിനോടി അവിടെ വളഞ്ഞിട്ടപ്പോ നിഖിൽ അവിടെ വീണു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആ സംഭവം കാണണം. അവൻ കൊല്ലാനാണ് ഓടിയത്, അല്ല രക്ഷപ്പെടാനാണ് അവൻ ഓടിയത്. ഇനി ആത്മരക്ഷാർത്ഥം കുത്തി എന്ന് പറയാമെങ്കിൽ ആത്മരക്ഷാർത്ഥം കുത്തിയത് കണ്ട ഒരാൾ വേണ്ടേ? ആത്മരക്ഷാർത്ഥം കുത്താം, ആ സാധ്യത ഞാൻ തള്ളുന്നില്ല. പക്ഷെ ആത്മരക്ഷാർത്ഥം കുത്തിയാൽ ഈ തൊട്ട് പിറകിൽ വീണ SFIയുടെ കുട്ടികൾ കാണണ്ടേ? ആ കുട്ടികളല്ലേ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല, ഇടികൊണ്ട് വീഴുന്നത് പോലെ നീരജ് വീണു, ഞങ്ങൾ ധരിച്ചു ഇടികൊണ്ട് വീണതാണെന്ന, കുത്തുന്നത് ഞങ്ങൾ കണ്ടില്ല എന്ന കുട്ടികൾ പറയുന്നു പച്ചയിൽ. മറ്റ് 2 കുട്ടികൾ അവരും പറയുന്നു അതുപോലെ മറ്റൊരു സ്ഥലത്ത് വെച്ച്. ഇവരിവിടെ ആശുപത്രി എന്ന് പറയുന്നു, മറ്റു കുട്ടികൾ അവിടെ നിന്ന് പറയുന്നു ഞങ്ങളെ പിള്ളേരല്ലല്ലോ, SFIക്കാരല്ലേ പറയുന്നത്, SFIക്കാരെ വാദെടുത്തൂടെ, SFIക്കാരെ വാക്കുകൾ വിശ്വസിച്ചൂടെ? അവര് കണ്ടിട്ടില്ല നിഖിൽ കുത്തുന്നത്, പിന്നെ എങ്ങനെ നിഖിൽ കുത്തി എന്ന് പറയുന്നത്? ഇല്ല, ബോധ്യപ്പെട്ടിട്ടില്ല. നിശ്ചയമായും നിരപരാധിത്വം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യും, ഒരു സംശയവും വേണ്ട. നിരപരാധിത്വമാണ്, ഞങ്ങൾ നിരപരാധികളെന്നാണ് കരുതുന്നത് ഇപ്പോൾ. അതുകൊണ്ടല്ലേ ഇതിലൊക്കെ വാശി പറയുന്നത്. അവർ ചെയ്തു, നിഖിൽ ചെയ്തു എന്ന് അത് സംശയാതീതമായി തെളിയിക്കാനുള്ള എവിഡൻസ് പോലീസ് ഉണ്ടാക്കട്ടെ. അതുവരെ ഒരാളെ കുറ്റക്കാരെന്ന് പറയുന്നത് എങ്ങനെ? തെളിവില്ലാതെ കുറ്റക്കാരെന്ന് പറയുന്നത് എങ്ങനെയാ? നിങ്ങളാണോ മുൻപിച്ച് വിധിക്കേണ്ടത്? പത്രക്കാരാണോ?
അല്ല പോലീസാണോ? അല്ലല്ലോ. വിത്ത് എവിഡൻസ് യു ഷുഡ് പ്രൂവ്. കുത്തേറ്റ് കിടക്കുന്ന അഭിജിത്ത് എന്ന് പറഞ്ഞ ആള് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കയ്യിൽ ആദ്യം കുത്തിയത് അഭിജിത്തിനെയാകുന്നു. അതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ തടയുകയും നീരജിനെ അവിടെ ഇട്ട് ക്രൂരമായി കുത്തിക്കൊല്ലുകയാണെന്നാണ് അദ്ദേഹം. പിന്നെ അതിനുള്ള ചാനലെടുത്ത് ഞാൻ തരാം നിങ്ങൾക്ക്. എന്റെ കയ്യിൽ വേണമെങ്കിൽ ഞാൻ എക്സിബിറ്റ് ചെയ്യാം. വേണം നിങ്ങൾക്ക്? എവിടെയുള്ള അവിടെ കയ്യിലുള്ളത്? ഇതിന്റെ അല്ല പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് ആ കുട്ടികൾ പറയുന്നുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ വാക്ക് അനിയ പറയുന്നുണ്ടോ? ആദ്യം മുതലുള്ളതൊക്കെ അത് വെക്കാം. ഞാൻ ചോദിക്കുന്നു, നീരജിനെ കുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അതെന്തിനാ അപ്പുറം ഇപ്പുറം നോക്കുന്നത്? നീരജിനെ കുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തമായ പ്രസ്താവനയല്ലേ? പ്രസിഡന്റ് തന്നെയാണ് ഒരിടത്ത് പറഞ്ഞത് ഇത് നീരജ് ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വമാണെന്ന്. അല്ല ആണെങ്കിൽ അതെ ഇരന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുത്തിക്കൊന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നർത്ഥമില്ല. അത് അർത്ഥമില്ലാത്തത് കൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചത്. കൊല്ലാൻ ഉദ്ദേശമില്ല, കൊല്ലാൻ പ്ലാനില്ല, കൊല്ലാൻ പരിപാടിയില്ല, കൊല്ലാൻ മനസ്സില്ല. അവൻ ആത്മരക്ഷാർത്ഥം ഓടിയൊരുത്തനാണെന്ന്. ആ ഓടി അവൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോ ഓനിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് SP പറഞ്ഞല്ലോ. അതിന് മറുപടി SP പറഞ്ഞല്ലോ. ഞാൻ എന്തിനാ പറയുന്നത്? അതിന് നിങ്ങളെ SP പറഞ്ഞിട്ടുണ്ട് മറുപടി. അദ്ദേഹത്തിന് ജീവഭയമുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന് ത്രിട്ടണിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പിച്ചാത്തിയെ. അതേ ആളുകൾ തന്നെയല്ലേ താങ്കൾ ഈ പറഞ്ഞു തുടങ്ങിയെടുക്കുന്നു. അതായത് KSUക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ക്യാമ്പസിൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വാളും കുത്തു കൊടുത്തിട്ടല്ലല്ലോ അവര് വരുന്നത്. അവർക്കൊരു സഹായത്തിന് പുറത്ത് താഴെ നിൽക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ സഹായിക്കൂലേ? ആരും അതാ ചോദിക്കുന്ന പിച്ചാത്തിയുടെ സാഹചര്യം എന്താന്ന് ഞാൻ പറയാതെ SP പറഞ്ഞിട്ടുണ്ട്. SP-യോട് ചോദിച്ചാൽ മതി. അത് ഞാനിത് എന്നോട് ചോദിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. ആരാണ് കുത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ തെളിവെടുക്കാൻ പോയിനോ? എന്റെ പൊട്ടത്തിലാ ചോദിക്കുന്നത്. പിന്നെ ഞാൻ അവിടുത്തെ ഞങ്ങളെ പാർട്ടിയുടെ ഒരു എക്സ്പേർട്ട് വക്കീൽ അടക്കമുള്ള ആളുകളെ വെച്ച് ഈ സംഭവങ്ങൾ A to Z അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. അന്വേഷിച്ചെന്ന റിപ്പോർട്ട് വെച്ച് ആർക്ക് വിശ്വസിക്കാമെന്ന റിപ്പോർട്ടാണെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നുന്നു. അതിനനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊണ്ടുള്ളതാണ് ഇതൊക്കെ. കേക്ക് അല്ല കേക്ക്. നിങ്ങൾ വെറുതെ കളകളാക്കല്ല പറയുന്നത്. കേക്ക് ഇത് കേട്ടിട്ട് പറ. നിങ്ങൾ അങ്ങനെ ബഹളം വെച്ചാലൊന്നും ഞാനൊന്നും മാറിയൊന്നും പോകില്ല. അനാവശ്യമായ ബഹളമൊന്നും വെക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കടപ്പാടുണ്ടാവും, നിങ്ങളുടെ ബാധ്യത ഉണ്ടാവും. നിങ്ങളെ നിറവേറ്റിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും എന്നെ മാറ്റാനും എന്നെ കിളിപ്പിക്കാനും നിങ്ങൾ നോക്കണ്ട. നിങ്ങളിത് കേക്ക്. നിങ്ങള് ഈ കുത്തുകൊണ്ട് നിങ്ങളെ SFIയില് നിങ്ങൾ നീരജ് കുത്തി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് പറയും. നിങ്ങൾ കേക്ക്. നിങ്ങൾ കേൾക്കാൻ സമ്മതിക്കാത്ത എന്താ? കേട്ടിട്ട് പറയും. പിടിക്കാനായി പിന്നെയാണ് ഇവിടെ കണ്ടില്ല. മനസ്സിലായോ? തോന്നില്ലെന്നല്ല, കണ്ടില്ലെന്ന്. കണ്ടൊക്കെ പിന്നെ തോന്നൂലേ? എന്താണ് ഞാൻ ചോദിക്കുന്നത്? കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ തുടക്കം? ശുദ്ധ അസംബന്ധം പറഞ്ഞതിന് കണക്ക് വേണം. അസംബന്ധം പറഞ്ഞതിന് കണക്ക് വേണം നിങ്ങൾക്ക്. മനസ്സിലായോ? നിങ്ങൾ ചുമ്മാ അസംബന്ധം പറഞ്ഞു. ഇതുവരെ ആരും പറയാത്ത പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങള് സ്കൂൾ കോളേജിന്റെ കേജിന്റെ അടുക്ക വെച്ച് ഇവരെ വളഞ്ഞ് അടിക്കാൻ നോക്കുമ്പോ ഈ കുട്ടികളോടുന്നത് അവിടെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല, അടി ഉണ്ടായിട്ടില്ല. നിങ്ങളെ പോലീസോട് ചോദിക്കും മിസ്റ്റർ, എന്നിട്ട് വർത്താനം പറ. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത് എനിക്കൊരു ക്ഷീണം തോന്നുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. ശുദ്ധ നുണ. നിങ്ങൾ ഏത് പത്രത്തിന്റെ ആളായാലും ഞങ്ങളല്ല പ്രചരിപ്പിക്കുന്നത് നിങ്ങളാ. നിങ്ങളത് പ്രചരിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് കുറ്റേറ്റപ്പെടുന്നത് പറഞ്ഞാൽ ഞാനും പറയുന്നത്. അവര് കണ്ടിട്ടില്ല, കുത്തുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏടിയായാലും നിങ്ങൾ പറയുന്നെങ്കിൽ അവിടെ നിന്ന് പോയി കാണണ്ടേ?
നിങ്ങൾ പറയുന്നതാണെങ്കിൽ കോളേജ് ഗേറ്റിന്റെ എന്ന് കുത്തുമ്പോ ഇവര് കാണണ്ടേ? എവിടെ നിങ്ങൾ ഇങ്ങോട്ട് വാ. യു ഹിയർ ക്ലിയർലി. എന്നിട്ട് വർത്താനം പറ. വെറുതെ തർക്കിക്കാനാണെങ്കിൽ ആശാൻ നിങ്ങൾ തർക്കിച്ചോ, എന്റെ അടുത്ത് മറുപടി പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ സത്യാവസ്ഥയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് കേക്ക്. എന്നിട്ട് പറയും ഐ ചലഞ്ച് യു. സകല വാക്കിന്റെ പിൻവലിച്ച് മാപ്പ് പറയാം. അവിടെ എന്താ പോകുന്നത്? ഇപ്പൊ ഒത്തിരി ആൾക്കാർ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങളുടെ കുട്ടികൾ 4 വട്ടം മർദ്ദനമേറ്റവരാണ്. ക്ലാസ്സുകളിൽ കയറാൻ പോയിരിക്കുന്നു വലിച്ചു പുറത്തുവിട്ടിട്ടുണ്ട്. പ്രചരണത്തിന് പോയ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. സ്വതന്ത്രമായ സംഘടനാ പ്രവർത്തനം കോളേജ് ക്യാമ്പിൽ എത്രയോ വർഷങ്ങളായി CPM SFIക്കാർ നിരോധിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ മാത്രമല്ല, നിരവധി സ്ഥാപനങ്ങളിൽ. അതിന്റെ രക്തസാക്ഷികളാണ് ഞങ്ങൾ. അതിന് രക്തസാക്ഷികളായ എന്റെ കുട്ടികൾ. ജനാധിപത്യപരമായ അവകാശം ധ്വംസിക്കുന്നിടത്ത്, സർവകലാശാലയിൽ പോലും ധ്വംസിക്കുന്നിടത്ത് എങ്ങനെ പ്രതികരിക്കണം? ഞങ്ങൾക്ക് ജനാധിപത്യം അറിയൂ. ആയിരടുത്ത് പോരാടാൻ ഞങ്ങൾക്ക് അറിയില്ല. ആൽബർട്ട് ഷക്കൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം. അത് മനുഷ്യമല്ല, ഒരു ജീവനുള്ള ജന്തു. അതിനെ കൊല്ലാൻ വരുമ്പോ അത് മാന്തും, അത് പറിക്കും, അത് കടിക്കും. മനസ്സിലായോ? ഏത് ജീവി അത് ദൈവം ജീവൻ കൊടുത്തിട്ടുണ്ടോ ഒരു ശരീരത്തിൽ പ്രതികരിക്കും. ആ പ്രതികരണമാണ് ആ പരമാവധി വന്നെങ്കിൽ വൈദ്യുതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോകുന്നതിന് സ്വല്പം, അതും ഈ കേരളത്തിൽ ഇത്രയേറെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് മരിച്ചു വീണവരെയൊക്കെ അപമാനിച്ച് ഇൻസൾട്ട് ചെയ്ത് തെറി വിളിച്ചിട്ട് പാറി നടക്കുന്ന CPMനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാവ് വരുന്നെങ്കിൽ നിങ്ങളൊന്നും ജനാധിപത്യത്തിന്റെ കണിശമായ ഒരു ബോധം നിങ്ങളുടെ മനസ്സിനകത്തില്ലാത്തവരാ. ഏകാധിപതികൾ. എത്ര എണ്ണം വേണം? സുധാകർ അഗിത്തായി, ശാന്താറാം ഷേണായി, മുരളി, ഇനി വേണോ? പിന്നെ ഇതെല്ലാം കേശു രണ്ട് പിള്ളേരെ അല്ല കേട്ടിട്ടില്ലേ? മൊത്തം ലിസ്റ്റ് പള്ളിക്ക് ഞാൻ സബ്മിറ്റ് ചെയ്ത് തരാം. 100 എന്ന് പറയുന്നത് വെറും കേശു അല്ല, പരന്ന് നീണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ നാവ് വരുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ എത്ര ചെറുപ്പക്കാർ, എത്ര നിർലജ്ജാണ്. ആ സുഹേബിനെയൊക്കെ കൊല്ലുന്ന നമ്മള് അരീഷ് ഷുക്കൂറിനെ കൊന്നത് ഏത് തരത്തിലാണ്? അരീഷ് ഷുക്കൂറിനെ കൊന്നത് നമ്മളെ താലിബാൻ മോഡലല്ലേ? ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്തിട്ടല്ലേ കൊല്ലാൻ വിധിക്കുന്നത്? ഈ P. ജയരാജനല്ലേ അതിന്റെ പിറകിൽ? അവനല്ലേ അച്ഛ കൊടുത്തത്? അവനോടല്ലേ സമ്മതം ചോദിച്ചത്? അവന്റെ പെർമിഷനോടെയല്ലേ അവനെ വെട്ടിയത്? തലശ്ശേരിയിൽ നിങ്ങൾക്കറിയോ? തലശ്ശേരി കലാപം, BJP CPM തമ്മിലുള്ള കലാപം നടക്കുമ്പോ ഒരു CPMന്റെ ഒരു ദിവസം 2, 3, 3, 4, 4, 5 എന്ന് ഗോള ഏവറേജിൽ ഇങ്ങനെ കൊല നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കൊലയിനകത്ത് തോറ്റു പോകാതിരിക്കാൻ ഒരു വലിയ ഭീകരമായ സംഭവം നടന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ട് പോകും. നിങ്ങൾ ഒന്ന് കേൾക്കുകയും ചെയ്യും. ചിന്തിക്കണ്ട, നിങ്ങളൊന്ന് ന്യായീകരിക്കാൻ വേണ്ട, പക്ഷെ ഒന്ന് കേൾക്കണം നിങ്ങളത്. പാനുണ്ടയില് എന്തെങ്കിലും പേരല്ലേ നികേഷ്? സത്യം. പാനുണ്ടയിൽ സത്യൻ, വേറെ ഒരു ദാമോദരൻ. ഇവരൊന്നുമല്ല പാവങ്ങൾ, സാധാരണക്കാരാണ്. BJPന്റെ അനുഭാവിയാണ്. എനിക്കൊന്നും ആശാരിപ്പള്ളി എന്ത് വന്നു നിനക്ക് ശരിക്കും ഓർമ്മയിലാണ്. കള്ളാസന്റെ കയ്യിലുണ്ട്. ഈ ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒന്നിന് BJP നോക്കും, അടുത്ത ദിവസം അത് CPM ഒന്നിന് നോക്കും. അങ്ങനെ വരുമ്പോൾ കൊല്ലാൻ വേണ്ടി 2 എണ്ണത്തിനെ കെട്ടി വായ മൂടിക്കെട്ടി കൊണ്ടുപോയി തടവിൽ വെച്ചിട്ട് BJP ഒന്നിന് ലീഡ് ചെയ്ത് നിൽക്കുമ്പോൾ സത്യൻ എന്ന് പറയുന്നവനെ വണ്ടി എടുത്ത് കൊണ്ടുപോയി ഇതിനെ രക്ഷിക്കാനാന്ന് പറഞ്ഞ് ഓനെ കൂട്ടി പുറത്തു കൊള്ളാതിട്ട് വണ്ടിക്കകത്ത് ഒമിനി വാനിൻ്റെ അകത്ത് ഇട്ടിച്ചു. ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിക് കണക്ഷൻ കൊടുത്ത് ബ്ലഡ് സ്റ്റോക്ക് ചെയ്യിച്ചു. എന്തിന്? കഴുത്ത് വെട്ടുമ്പോൾ ചോര വരാതിരിക്കാൻ. കഴുത്ത് വെട്ടിയിട്ട് റോട്ടുമല്ലിട്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ.
അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ന്യായീകരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നത്? നിങ്ങൾ ആരെയാ ന്യായീകരിക്കുന്നത്? മനുഷ്യത്വം തൊട്ട് തെറിപ്പിച്ചിട്ടുണ്ടോ? തൊട്ട് തെറിപ്പിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഇതുപോലെ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളല്ലേ? പാടിക്കൽ രാമകൃഷ്ണനെ മുണ്ടും മാടിക്കെട്ടി വെട്ടിത്തറച്ചതല്ലേ? അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കകത്തു നിന്ന് ഞങ്ങൾ ഇതല്ലാതെ വേറെന്താ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളെ കുറ്റം പറയാൻ ഞാൻ ആരെയും പെട്ടാനൊന്നും പോയിട്ടില്ല ഇന്ന് വരെ. ഞാൻ ആരെയും വാദിക്കുന്നത് വസ്തുതാപരമായി നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. താൻ പറയാത്തത് പറയണ്ട എന്നോട്. ഞാൻ പറയാത്തത് താൻ പറയണ്ട. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ SFIയുടെ കുട്ടികൾ പോലും കുത്തുന്നത് കണ്ടിട്ടില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് ആണ്. താൻ ചെവി കേട്ടില്ലേ പറഞ്ഞത്? ഈ പറഞ്ഞത് താൻ ചെവി കേട്ടില്ലേ? ധീരജിന് കുറ്റേറ്റിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. ആരും അന്വേഷിക്കണം. നിങ്ങൾ എന്നെ കുത്തും ബാക്കുന്നു. അതിനും പഠിക്കാത്തവരാ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ല. അല്ല, എങ്ങനെയാവാലോ ഞാൻ ചോദിക്കുന്നു. ഒരാൾ കുത്തി എന്ന് കണ്ടവരില്ല. അയാൾ കുത്തി എന്ന് പറയുന്നില്ല. അയാൾ ഓടി രക്ഷപ്പെടാൻ പോകുന്നതാണ്. 350 മീറ്റർ ഓടി രക്ഷപ്പെടാൻ പോയാൽ വീണ് കിടക്കുന്നു. അയാൾ കുത്തി എന്ന് പറയാൻ അയാൾ കുത്തുന്നത് ആരെങ്കിലും കാണണ്ടേ? പിറകെ ഓടി വന്ന SFIക്കാർ കാണണ്ടേ? ഇവരെ ചേസ് ചെയ്ത SFIക്കാർ കാണണ്ടേ? ഏത് SFIക്കാരും പറഞ്ഞു കുത്തുന്നത് കണ്ടു എന്ന്? നിങ്ങൾ ആരെയാണ് ന്യായീകരിക്കുന്നത്? ഇതിനകത്തിരുന്നിട്ട് മര്യാദ വേണ്ടേ ന്യായീകരിക്കുന്നതിന്? എന്തു പറയാന്നാണോ പത്രക്കാരായതുകൊണ്ട്? എന്തൊന്ന് ഞാൻ ന്യായീകരിക്കും. എന്റെ പാർട്ടിക്കെതിരെയാ. നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ വസ്തുനിഷ്ഠമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് വസ്തുതാപരമായ കാര്യമാണ്. നിങ്ങൾ വസ്തുതയല്ല പറയുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുക. നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളാണ്. നിങ്ങൾ മാധ്യമത്തിലെ ഇൻഡിപെൻഡൻസി ഉള്ളവരല്ല. സ്വതന്ത്രമായ ചിന്ത നിങ്ങൾക്കില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പേടിപ്പിക്കണ്ടല്ലേ ഒരു വാദവലിയും കാണിച്ചിട്ട്. അത് വേറെ പറഞ്ഞാൽ മതി. എനിക്ക് പറയാനുള്ളത് പറയും. ഒരാൾ വീതം ചോദിക്കും. നിങ്ങൾക്ക് ചോദിച്ചതിന് മറുപടി പറയും. നിങ്ങളത് വിലക്കാൻ നിൽക്കണ്ട. ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു വ്യക്തിയുടെ ആക്ഷേപം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അങ്ങനെ പറയരുത്. വസ്തുനിഷ്ഠമായി പറയണം. മാധ്യമങ്ങളാ നിങ്ങൾ. സാഹചര്യത്തിലാണ് ഞങ്ങളെ കുട്ടികൾ രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞത്. എങ്ങനെ രണ്ടും കൽപ്പിച്ചു? ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിനും പോകുമ്പോ ഒന്നുകിൽ കൊല്ലപ്പെടും അല്ലെ ജീവിക്കും എന്നും കൽപ്പിച്ചിട്ടാ പോണത്. ഞങ്ങളുടെ അനുഭവം അതായി രണ്ടും കൽപ്പിച്ചു എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് കൊല്ലാൻ പോകുന്നല്ല. ഞങ്ങൾ പോയാൽ ഞങ്ങൾക്ക് എത്ര കോളേജുകളിൽ നമുക്ക് വിക്ടിംസ് ഉണ്ട് അനിയ. മരിച്ചിട്ടില്ലെങ്കിലും വിട്ടുകൊള്ളാത്ത കുട്ടികൾ എത്രയാണ്. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞാൻ ഈ വികാരമൊക്കെ കൊള്ളുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ പ്രവർത്തകരാണ് ഹണ്ട് ചെയ്യപ്പെടുന്നത്. കുറ്റം ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും. ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ കുട്ടികളെ പിറകെ നടന്ന് അടിച്ചും ഇടിച്ചും വെട്ടിയും കുത്തിയും ആശുപത്രിയിലാക്കി അതിൻ്റെ അകത്ത് എന്നിട്ട് ഞങ്ങൾ പ്രതിക്കൂട്ടി കയറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷമം എന്റെ സ്ഥാനത്തിരുന്ന് പ്ലീസ് ഒന്ന് ആലോചിക്കുക. എന്റെ സ്ഥാനത്ത് നിങ്ങളിരിക്കുക രണ്ടാളും. എന്നിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് എന്റെ വികാരത്തെ കാണും നിങ്ങൾ. ഞാനൊരു മനുഷ്യനല്ലേ. എനിക്ക് വേണ്ടി ചോരയും നീരും തരുന്ന ഈ പാർട്ടിക്ക് വേണ്ടി ലാഭം പോലെ പണിക്കുന്ന കുട്ടികളോട് എനിക്ക് എന്റെ പ്രതിബദ്ധതയുണ്ട്. അതെന്റെ നേച്ചറാ. അവരെ നിങ്ങൾ അനാവശ്യമായി പ്രതിക്കൂട്ടിൽ കയറ്റി വിസ്തരിക്കുമ്പോൾ എനിക്ക് സഹിക്കില്ല. അവർ കുറ്റവാളികളല്ല. അവരാരും വെട്ടാൻ പോയിട്ടില്ല. അവർ SFIക്കാർ തല്ലാൻ പോയിട്ടില്ല. കല്ലെറിയാൻ പോയിട്ടില്ല. പിന്നെ എന്തിനാ അവരല്ലേ കോടതി കേസ് ജയിലിൽ കിടക്കുന്നത്? എന്തിന്? ആരുണ്ടാക്കിയ സർക്കംസ്റ്റാൻസാ? ഒന്ന് ചിന്തിക്ക്. നിങ്ങളെ മക്കളാണ് ആ സ്ഥാനത്തെങ്കിൽ വാട്ട് യു ഫീൽ? ടെൽ മീ. ഈ വിഷയത്തില് അതായത് സ്വാഭാവികമാണ് കെ സുധാകരന്റെ CPM മുന്നോട്ട് തെറ്റില്ല. അത് രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ KPCC പ്രസിഡന്റിന് വേണ്ടത്ര രക്ഷാകർത്തൃത്വം എടുക്കാത്തത്? ഒരുപക്ഷെ ഇതിനെ സെമി കേഡറിന്റെ ഒരു പ്രശ്നമായി ഉയർത്തിക്കാണിക്കാൻ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരു ശ്രമം നടക്കുന്നില്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അത്ര സാധാരണ നമ്മൾ അക്കരെ പറയും. ഇത് നമുക്കൊരു പുത്തരി യുദ്ധമല്ലല്ലോ, ഇത് പൊതുവൊന്നുമല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് കെ സുധാകരനെതിരെ വിമർശനം എല്ലാ കാലത്തും ഉണ്ടാകുന്നില്ല. എല്ലാ ദിവസവും ഇതിങ്ങനെ പിന്നെ കവചമൊരുക്കാൻ വേണ്ടി നേതാക്കന്മാർക്ക് ഇതുവരുത്തും കലപണി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വിദേശ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ബാക്കി മുൻചാണ്ടികൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സെമി കേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന്. സെമി കേഡറൊക്കെ ഇപ്പൊ പാർട്ടി ഐക്യകണ്ഠ്യനെ അംഗീകരിച്ചു, എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസം ആകുമ്പോൾ തീരും, ഫിനിഷ് ചെയ്യും ഞങ്ങൾ മൊത്തം. അത് നിനക്കൊരു തടസ്സവും ഇല്ല. പ്രാദേശിക CPM നേതാവ് നിഖിൽ പയ്യക്കെതിരെ കൊലവിളി നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുമെന്ന് അങ്ങനെ ഒരു വീഡിയോ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ സൈബർ ഗ്രൂപ്പുകളിൽ ഉണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. സൈബർ ഗ്രൂപ്പിൽ അത് കാണാം, ഇത് കേട്ടിട്ടുണ്ട്, വായിച്ചു വയ്ക്കോ. അതും കേട്ടോ നിങ്ങൾ. അത് ആ കുട്ടി ചോദിച്ചു ശരിയാ. ലോക്കൽ നേതാവ് ഇവനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നു. അത് പരസ്യമായിട്ടുണ്ട്, കേൾക്കുന്നത് ഇപ്പൊ നടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ എല്ലാത്തുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവനൊക്കെ ഈ ഒക്കെ പ്രതിസന്ധി അഭിമുഖീകരിച്ചും ഈ ഭീഷണി അതിജീവിച്ചും ആയി കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നു. എനിക്ക് അവരോട് സ്നേഹം ഉണ്ടാവില്ലേ? അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടാവില്ലേ? അവർക്ക് സംരക്ഷണം ഒരുക്കാൻ എനിക്ക് ബാധ്യതയില്ലേ? ഞാൻ KPCCയുടെ ഒരു അധ്യക്ഷനല്ലേ? എന്റെ പാർട്ടി നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വമില്ല എന്ന് പറയുന്നത് എന്റെ കുറവല്ലേ? എന്റെ കഴിവില്ലായ്മയല്ലേ? ഞാൻ വികാരം കൊള്ളുന്നതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് എത്തിയിട്ടില്ലല്ലോ. ഞങ്ങള് പുറപ്പെട്ടില്ലല്ലേ ഉള്ളൂ. അല്ല അതൊക്കെ നമ്മൾ സാധാരണ അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും അജിത്തെ ഞാനത് പറഞ്ഞില്ലെങ്കിലും അവിടുത്തെ നാട്ടുകാർ അത് പിടിതെറിയും. അതിനവിടെ അത്ര സെൻസിറ്റീവാണ് വിഷയം. അത് ഞാൻ പറയണ്ട, പറഞ്ഞില്ലെങ്കിൽ അവർ കഴിയും. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ചെയ്യുന്നത്, അവരല്ലെങ്കിലും പിഴുതെറിയും. ഞങ്ങൾ പ്രഖ്യാപിച്ച ദിവസം പ്രഖ്യാപിച്ചിട്ടേ പോകും. രാത്രിയൊന്നും പൊരിക്കാൻ പോകില്ല, പേടിക്കണ്ട. പകല് തന്നെ പോകും. പോലീസോ പട്ടാളോ വന്ന് വരട്ടെ, നമ്മൾ നോക്കാം. എന്തായാലും ജനങ്ങൾ എന്നോട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിർത്താം. ഇമേജ് പ്രസിന് നന്ദി രേഖപ്പെടുത്താൻ പ്രസ് ക്ലബിന്റെ ട്രഷറർ ശ്രീ ബിജു ഗോപിനാഥിനെ ക്ഷണിക്കുന്നു. വെള്ളം കുടിപ്പിച്ചു.